Hi all. നമുക്കറിയാം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ഉടൻ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയുടെ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിനെ പറ്റി നമ്മൾ എപ്പോഴും പറയുമ്പോൾ സാലറി സ്കെയിൽ എപ്പോഴും ഒരു AICT എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു AICT ലെവലിൽ നിങ്ങൾക്ക് സാലറി എത്രമാത്രം ലഭിക്കും എന്നൊരു സംശയം ഉദ്യോഗാർത്ഥികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിനൊരു ചെറിയ മറുപടിയാണ് നമ്മൾ നൽകുന്നത്. നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി അല്ല പറയുന്നത്, ബേസിക് സാലറിയുടെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഹാൻഡ് സാലറി എത്ര ഉണ്ടാകുമെന്ന് ഏറെക്കുറെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ AICT ലെവലിൽ മറ്റ് തസ്തികകൾ, അതായത് നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ നിന്ന് കയറി നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി നിങ്ങൾ എത്തുന്ന ഒരു പോസ്റ്റ് കൂടി നമുക്ക് ഇതിലൂടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു AICT ലെവലിൽ കയറുന്ന ഒരാൾക്ക് ഏതൊക്കെ രീതിയിൽ പ്രൊമോഷൻ കിട്ടുമെന്നും ഓരോ തസ്തികയിലും നിങ്ങൾക്ക് എത്രമാത്രം സാലറി കിട്ടുമെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിലെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പേ ലെവൽ 10th ലെവലിലാണ് വരുന്നത്. എൻട്രി ലെവൽ സാലറി തന്നെ 2021 മാനദണ്ഡത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ 57,700 രൂപയാണ് നിങ്ങളുടെ ബേസിക് ലെവൽ സാലറി ആയിട്ട് പറയുന്നത്. ഇനി ഗ്രേഡ് പേ ആയിട്ട് 6,000 രൂപ കൂടി നിങ്ങൾക്ക് ഈ ഒരു സാലറി സ്കെയിലിൽ ഉണ്ടാവും. മാത്രമല്ല 3% ഇൻക്രീസ് എല്ലാ വർഷവും നിങ്ങൾക്ക് ഈ ഒരു സാലറിയിൽ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു ബേസിക് പേ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെയാണ് നമുക്ക് HRIയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. ഇവയെല്ലാം കൂടെ ചേർത്താൽ എന്തായാലും 70,000 രൂപയ്ക്ക് അടുത്തൊരു സാലറി നിങ്ങളുടെ കൈകളിലേക്ക് തുടക്കത്തിൽ തന്നെ കിട്ടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനിയും ഇതിന്റെ കരിയർ പ്രോഗ്രഷൻ നമുക്ക് നോക്കാം. കരിയർ പ്രോഗ്രസിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കയറുന്നത് 10th ലെവൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റിലാണ്. ഇവിടെ 57,700 രൂപയാണ് നിങ്ങളുടെ ഇൻഹാൻഡ് സാലറി ആയിട്ട് വരുന്നത്. അതിനുശേഷം അസിസ്റ്റന്റ് പ്രൊഫസർ സീനിയർ സ്കെയിലാണ് വരുന്നത്. ഇവിടെ ലെവൽ 11 ആണ്. ഇവിടുത്തെ സാലറി 68,900 രൂപയായിട്ട് സാലറി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സെലക്ഷൻ ഗ്രേഡ് എന്ന് പറയുന്നതാണ്. ഇവിടെ 79,800 എന്നൊരു സാലറിയിലേക്ക് നിങ്ങൾ ഉയർന്നതായിട്ട് കാണാൻ കഴിയും. ഇനിയുമാണ് കാതലായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്നത്. ഇത് അസോസിയേറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാറുകയാണ്. അവിടെ മുതൽ നിങ്ങളുടെ സാലറി 1,31,400 എന്ന് പറയുന്ന ഒരു ഉയർന്ന സാലറിയിലേക്ക് മാറുകയാണ്. ഈ ഒരു സാലറിയിൽ നിന്ന് അടുത്ത പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുമ്പോൾ 1,44,200 എന്ന ഉയർന്ന സാലറിയിലേക്ക് മാറും. പിന്നീടുള്ളത് പ്രിൻസിപ്പൽ തസ്തികയാണ്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷേ ഡയറക്ടറിന് തതുല്യമായ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് നിയമനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടേക്ക് എത്തുമ്പോഴും നിങ്ങൾക്ക് പ്രൊഫസർക്ക് കിട്ടുന്നതിന് തതുല്യമായ സാലറി തന്നെയായിരിക്കും കിട്ടുന്നത്. ആത്യന്തികമായി നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രൊഫസർ എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. കാരണം നമ്മൾ ഇതിന് കയറിയ ശേഷം നിങ്ങൾക്ക് നെറ്റും PhDയും പോലുള്ള യോഗ്യതകളൊക്കെ കരസ്ഥമാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രൊഫസർ എന്ന് പറയുന്ന ഒരു എലഗൻ പോസ്റ്റിലേക്ക് എത്തും. അവിടെ നല്ലൊരു സാലറി തന്നെ നിങ്ങൾക്ക് നേടാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എക്സാമിനേഷൻ ലക്ഷ്യം വെച്ച് പഠിക്കാവുന്നതാണ്. ഈ ഒരു എക്സാമിനേഷൻ്റെ അവസാനത്തെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ 723/2021 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ DOE നിലവിൽ വന്നത് 26/2/2024 കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 50.67 മാർക്കും മാക്സിമം മാർക്ക് അന്ന് വന്നത് 65.67 മാർക്കുമാണ്. അപ്പോൾ നമ്മൾ 70 മാർക്ക് 80 മാർക്കൊക്കെ ലക്ഷ്യം വെച്ച് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു തസ്തികയിൽ ഉന്നതമായ റാങ്കിൽ എത്താൻ കഴിയും. ഈ ഒരു പോസ്റ്റിലേക്ക് അഡ്വൈസ് പോയിരിക്കുന്നത് 20 പേർക്കാണ്. അങ്ങനെ മെയിൻ ലിസ്റ്റിൽ 28 പേര് ഉൾപ്പെട്ട ലിസ്റ്റിൽ നിന്ന് 20 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ചിലപ്പോൾ എല്ലാവർക്കും നിയമനം നടക്കാനുള്ള സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. ഇനിയും ഇതിന്റെ DOE നിലവിൽ വന്നത് 26/2/2024 ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ DOEയുടെ കാലാവധി 3 വർഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടത് അനിവാര്യമാണ്. അടുത്ത വർഷം റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ എക്സാമിനേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടി വരും. കേരള PSC ഉടൻ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളും പുറപ്പെടുവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഈ ഒരു എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും മാസങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ ലക്ഷ്യം വെച്ച് നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടതാണ്. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും വിശദവിവരങ്ങൾ അറിയുന്നതിനും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.